ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ലൊക്കേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി ആർക്കെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോൾ ഒരു ഏകദേശം 5:20 ആ ടൈം, അതായത് ടൈം 5:20, അത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. 5:20 ആ ടൈമാണ്. ഇത് ഏതാ ലൊക്കേഷൻ എന്നൊക്കെ ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഞാൻ പറയൂല എന്തായാലും. ഇത് ഞാൻ വഴിയെ പോകെ ഏത് സ്ഥലവും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഇതൊരു 2-3 എപ്പിസോഡെങ്കിലും പോകും. അപ്പോൾ ഇത് ഞാൻ ഇതിലെ പ്രദേശങ്ങളെ കാണിച്ച് ഏറ്റവും ലാസ്റ്റത്തെ സമയത്ത് പറയാം ഇത് ഏതാ പ്ലേസ്, നിങ്ങൾ ഇതിൻ്റെ മനോഹാരിത കണ്ടു. എന്നിട്ട് ഇത് ഏതാ പ്ലേസ്, ഇത് കേരളത്തിലൊരു പ്ലേസാണ്. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നോക്കുക ഇത് ഏത് സ്ഥലമാണെന്നുള്ളത്. കറക്റ്റായിട്ട് പറയുന്നവർക്ക് നമുക്ക് ഒരു ഗിവ് കൊടുക്കാം. വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട, അല്ല ഒരു 5 സ്റ്റാർ ഫുഡാണെങ്കിൽ നമുക്ക് കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കണ കാരണം ഞാൻ ഒറ്റയ്ക്കായത് കാരണം ഈ ഏരിയയിലൊക്കെ ഭയങ്കര ഇരുട്ടും എല്ലാ പശുവിൻ്റെ ശല്യവും ആൾക്കാരും പത്രപ്രവർത്തകരും മീനുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വട്ടം ചാടാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ഞാനിപ്പോൾ നിർത്തുകയാണ്. അതുകൊണ്ട് നല്ല മനോഹരമായ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഉണ്ട്. എന്നാലും ഇനിയും ഇതിനും മനോഹരമായ കാഴ്ചകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. ബൈ ഫ്രം ജോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഗുഡ് മോർണിംഗ്. ഐ ആം ജോ. ഞങ്ങളൊക്കെ എന്താ നിങ്ങൾക്ക് തലരിച്ചായിരിക്കും കാണുന്നത്. മൂന്നാറാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കാലത്ത് ഇപ്പോൾ എത്ര മണി മറ്റേ മൊബൈൽ പള്ളി അതിൻ്റെ കാലത്തൊരു 7:30 ആ ടൈമാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് മൂന്നാർ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ തരാൻ പോകുന്നുണ്ട്. വെക്കേഷനിൽ പലവരും മൂന്നാറിലേക്ക് പോകാൻ പറ്റാതെ ചിലർ മരണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടും അല്ലാണ്ടും വീട്ടിലിരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. യൂട്യൂബിൽ കളിച്ച് വീഡിയോസും ഗെയിമൊക്കെ കാണാണ്ട് അവർ പ്രകൃതി ഭംഗി ആസ്വദിക്കട്ടെ. ഇതിലെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്രകൃതി ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എൻ്റെ ഫേസ് കാണാൻ നമ്മൾ ലുക്ക് ടോട്ടലി ലുക്ക് മാറി നമ്മൾ വേറെ ലെവലാണ്. അപ്പോൾ ഓക്കെ എന്നാ പമ്പാന് വേവ് നിങ്ങൾക്ക് കാണാം. മൂന്നാർ അപ്പോൾ നല്ല മച്ചന്മാരെ ഇതേ നോക്കി നമ്മൾ മൂന്നാറിലേക്ക് എറണാകുളം വഴി നമ്മൾ വന്ന് കയറുമ്പോൾ എൻട്രൻസ് ആണിത്. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് മൂന്നാർ തലതിരിവിലാണ് കാണാമല്ലോ. അപ്പോൾ സെൽഫിയിലാണ് തലതിരിഞ്ഞ് കാണേണ്ടത്. വൈ സെൽഫിയിൽ എന്താണ് നല്ല മിറർലെസ് ക്യാമറ ഇല്ലാത്തത്. അതറിയാവുന്നവർക്കൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. എന്തായാലും മൂന്നാർ എറണാകുളം ഭാഗത്ത് വന്നിട്ട് കയറുന്ന എൻട്രൻസ് സോണിത്. അതിൻ്റെ മനോഹാരിത പച്ചപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതൊന്നും അല്ല, വേറെ ലെവലാണ് കാണാനും കിടക്കണത്. മൂന്നാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി സ്വിറ്റ്സർലൻഡാണ്. ഫോറിൻ കൺട്രീസിൽ ഇരിക്കുന്നവർക്കൊക്കെ മറ്റേ ദുബായ് അങ്ങനെയുള്ള കൺട്രീസൊക്കെ ഇത് കണ്ട് ആസ്വദിക്കാം. അത് കാരണം അവർ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയുമ്പോൾ ഇവിടെ നമ്മുടെ കൺട്രീസിൽ തന്നെ നല്ല ഇതായിട്ട് ഭയങ്കര ഇതുണ്ട്. ഇവിടുത്തെ ഒരു ചെടികളുടെ കളറൊക്കെ ഉണ്ട്, അല്ല പൂ നിൽക്കണതാണ്. ഇതാ ഭംഗി, ഇത് വേറെ ലെവല്. ആകാശം നമ്മുടെ തിരക്കുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വന്ന് നടക്കാന്നുണ്ടെങ്കിൽ എന്ത് രസമുള്ള പരിപാടി. നമുക്ക് തിരക്ക് കിട്ടുന്ന ഒരു ദിവസം ഇന്ന് സൺഡേ ആണ്. ഇന്ന് ഒരു ഗ്യാപ്പ് കിട്ടുമെന്ന് വിചാരിച്ചല്ല, ടൈറ്റ് സ്കെഡ്യൂളാണ്. എന്തായാലും നമുക്ക് ഇന്ന് പാക്കപ്പാണത്. ഇവിടെ റെയിൻകോട്ട് ബിസിനസ്സൊക്കെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ചില നമുക്ക് എടുത്ത് അവിടെ ആയാലും മറച്ചുകൊണ്ട് വിൽക്കാം. ഇതിപ്പോൾ ഇവിടെ തണുപ്പുള്ളതാണ്. നമുക്ക് അവിടെ യൂസ് ഒന്നുമില്ല, നമുക്ക് ഭയങ്കര ചൂടുകളല്ലോ. എന്താ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ അണ്ണാ ഇത് ജാക്കറ്റൊക്കെ എത്രയാണ്? ആ ബ്ലൂ കളർ ജാക്കറ്റ് 900 രൂപയെ. ഇതാ ഇത് 900 രൂപയാണോ? ഇത് എത്രയാണത്? ഇത് റെഡ് ഉണ്ടോ? ഇതിന്റെ റെഡ് ഉണ്ടോ? ഒന്ന് എടുത്തേ, ഇതെടുത്ത് ചേട്ടൻ എന്തെങ്കിലും കുറയ്ക്കുമോ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യോ? എത്ര രൂപ വരും? ആദ്യത്തെ കച്ചവടല്ലേ, മനസ്സറിഞ്ഞ് പറയും. മനസ്സറിഞ്ഞ് പറയും. ചേട്ടൻ പറയും. ചേട്ടൻ മനസ്സറിഞ്ഞ് പറയണ റേറ്റ്. സെറ്റപ്പാണല്ലോ. ഉള്ളൊക്കെ സൂപ്പറാണ്, അടിപൊളി. ഇതില് മഴ തന്നെ പുള്ളി ഇത് ചൂട്, ഇത് മലയ്ക്ക് ഇത് സെപ്പറേറ്റ് ഊരിക്കില്ല. അതുകൊണ്ടല്ലോ ഇത് കലിയിട്ട് ക്വാളിറ്റി നല്ല
അടിപൊളി അടിപൊളി. ഇതിലെ മൊബൈൽ പാക്ക് എല്ലാമേ ഉള്ളത്. അത് കുഴപ്പമില്ല, അത് നമുക്ക് എടുക്കാം. ചേട്ടൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പറ. എത്ര വിലയാ പറയാം? 100 രൂപ കുറച്ച് 800 രൂപ ഫസ്റ്റ് കച്ചവടം. അത് നമ്മൾ ഇന്ത്യ ഗസ്റ്റുകളിലൊക്കെ 1000 രൂപ 1100 രൂപ പറയും. നിങ്ങൾക്ക് നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഫസ്റ്റ് കച്ചവടം. ഞാൻ രാവിലെ ആയതുകൊണ്ട് ചേട്ടൻ്റെ മൂടുകളല്ല 800 കുഴപ്പമില്ല, നമുക്ക് അഫോർഡബിൾ ആണ്. നമുക്ക് ഇവിടെ തണുപ്പുണ്ട്, എന്തായാലും ആവശ്യമുള്ള സാധനമാണ്. നമ്മുടെ ചേട്ടൻ നമുക്ക് 900 രൂപ. ചേട്ടൻ്റെ ഒരു ആൻസർ. ബൈ. ഗൈസ്, ഞാൻ ആ ജാക്കറ്റ് ഇട്ട് ഫുൾ സൈസൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ വേറെ 2 ജാക്കറ്റ് നമുക്കിവിടെ നമ്മുടെ കൂടെ 2 പിള്ളേർ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച്. അത് പുള്ളിക്കാരന് നമുക്ക് 600 രൂപയ്ക്ക് ചേട്ടൻ കാണിച്ചിട്ട്. ചേട്ടാ അതൊന്ന് കാണിച്ചേ. ഇതാണ് ഒരു കളറുള്ള ജാക്കറ്റ്, നല്ല സൂപ്പർ ജാക്കറ്റാണ്. 600 രൂപയ്ക്ക് ഭയങ്കര വർത്താണ്. ഉള്ളിൽ അടിപൊളി സാധനമാണ്, നല്ല പിടിച്ചൊക്കെ നോക്കി റബ്ബർ ടൈപ്പ് സൂപ്പറാണ്. നമുക്കിത് 600 രൂപയ്ക്ക് ഇവിടുന്ന് പിടിച്ചു കഴിഞ്ഞാൽ എറണാകുളത്ത് ഒരു 1000 രൂപ 1500 രൂപയ്ക്ക് സുഖമായിട്ട് വരും. ഈ സെയിം സാധനം ലുലുവിൽ ഇട്ടേക്കുന്നത് 8000, ഒരു 10000. ഒരു ബ്രാൻഡ് മാറുന്നു. റീബോക്കും മറ്റെന്തെങ്കിലും ഒരു ബ്രാൻഡ് എഴുതി കഴിഞ്ഞാൽ നമ്മളും ഒരിക്കലും മണ്ടന്മാരായത്. നിങ്ങൾ ഇത്ര 6000 പണക്കാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറഞ്ഞത്, ഈ 6000 ഇപ്പോൾ 7000 രൂപ കൊടുത്ത് ജാക്കറ്റ് ഒരു ബ്രാൻഡഡ് വേണ്ടി നിങ്ങൾ പൈസ കളയുമ്പോൾ നിങ്ങളെ മണ്ടന്മാരാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ആവശ്യം എന്താണ്? ഇപ്പോൾ ഈ ജാക്കറ്റ് എനിക്ക് ഈ മഴ ഇവിടെ ഈ ഇത്ര തണുപ്പുള്ള കിട്ടണം. ഇതെനിക്ക് എറണാകുളത്തൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എടുത്ത് വിടുന്ന തട്ടുമ്പുറത്ത് അവിടെ കിടന്ന് മാറാമ്പ് പിടിച്ച് പട്ടണാറ് തുടങ്ങും. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സാധനം നമുക്കിപ്പോൾ ചീപ്പായിട്ട് ഇപ്പോൾ ഇവിടെ വന്നത് ഇപ്പോൾ ഈ 600 രൂപയ്ക്ക് എടുത്ത് മേടിച്ച സാധനം ഞാൻ ആ പിള്ളേരെ ഞാൻ കാണിച്ചു തരാം. അവർ ഇട്ട് കഴിയുമ്പോൾ ഒരു 3000 രൂപയുള്ള സാധനമാണെന്ന് ഏത് കണ്ണോട്ടിനും കണ്ടാൽ പറ്റില്ല. അത് ഈ കാണാൻ കൂടുതൽ സാധനങ്ങളുണ്ട്, അത് മേടിക്കരുത്. ഒരു 600 രൂപ റേഞ്ചിലുള്ള മേടിച്ച് കഴിഞ്ഞാൽ ഒരു 3000-5000 രൂപയുടെ ഒരു മതിപ്പുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങളിവിടെ 3-4 തന്നെയാണെങ്കിൽ ഇത് മിസ് ചെയ്യരുത്. ഇത് എന്തായാലും ഒരു വെർത്തുഫുൾ സാധനമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പിള്ളേർ ഇട്ട് കഴിഞ്ഞുള്ള ഒരു ഫോട്ടോ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബൈ. മോനെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സെലിബ്രേറ്റ് ഏത് അടിപൊളിയാണ് പറ്റാം. നമ്മൾ മേടിച്ച പോട്ട് മേടിച്ച കട അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കർവാണ്. ഈ കർവ് കർവിൻ്റെ അവിടെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ സെൻ്റർ ഉണ്ട്. പിന്നെ BSNLൻ്റെ ഓഫീസുണ്ട്. പിന്നെ ഇപ്പോൾ റഷായിട്ടില്ല ആ കാലത്ത്. അവിടെ നമുക്ക് വേറെ ബോർഡ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ മൂന്നാറ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതൊന്നുമല്ല ഇതിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നെ ഉടുമ്പപ്പേട്ട മറയൂർ ചാന്തല് കിലോമീറ്റർ എഴുതിയിട്ടില്ല മണ്ടന്മാർ. അതായത് കിലോമീറ്ററും കൂടെ അതിൽ മെൻഷൻ ചെയ്യാനും സ്ഥലം ഉണ്ടായിരുന്നു. നമുക്ക് വന്നവർക്ക് കാണണ്ടേ, ബുദ്ധിപരമായി ചിന്തിക്കണ്ടേ. ഇവിടെയുള്ള കൗൺസിലർമാർക്കും കൂടി പോകില്ല ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുക. നമ്മൾ ഇത്രയും ചിന്തിക്കണ പോലും ചിന്തിക്കാനുള്ള കഴിവില്ലാത്തവരാണ് ഈ പദവികളിലൊക്കെ ഇരിക്കണം. നോക്കുമ്പോൾ തന്നെ നാണം കൊണ്ട് ലജ്ജ കൊണ്ട് അല്ല. ഭാരത സഞ്ചാരിൻ്റെ ഒരു ബോർഡിൻ്റെ കോലം കണ്ട. ഇതൊക്കെ ഒരു വർഷത്തിലെങ്കിലും ഒന്ന് പെയിൻ്റ് അടിച്ച് ചിന്തിക്കാനുള്ളൊരു എന്താ. അതിനിടയിൽ ഒരു ഇന്ത്യൻ ബാങ്ക് നിൽക്കുന്നതാണ്, അത് മാത്രം തിളങ്ങി. BSNLും നമ്മുടെ ഗവൺമെൻറ് ഇത്ര ചെളി പിടിച്ചിട്ടുണ്ട്. ബാക്കി കണ്ട നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ് വിചാരിക്കേണ്ടത്. അവരവരുടെ സാധനങ്ങൾ അത് ഇനി ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കോർപ്പറേഷൻ ഈ സാധനമൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സാധനങ്ങൾ വേസ്റ്റ് കൊണ്ടിട്ടുണ്ട്. ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കുന്നത് കണ്ടാ വേസ്റ്റിലൊക്കെ കിടക്കണം. ബജ്ജിക്ക് രാത്രി തിന്നിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു കോർപ്പറേഷൻകാർ വന്ന് കഴിവ് ക്ലീൻ ചെയ്ത് എപ്പോൾ റെഡിയാക്കി വരുമ്പോൾ ആരെങ്കിലും പോയി അടുത്ത് വേസ്റ്റ്. പിന്നെ ഇവിടുത്തെ ലുക്കൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇവർ ടൂറിസം മേഖല ആയതുകൊണ്ട് ഇവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ ഇവരെന്താണ് ഇതിങ്ങനെ ചെയ്യുന്നത്? ഇതിൻ്റെ അധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് കണ്ണടച്ചിരിക്കണോ? ഇൻഷാ അല്ലാ അറിയാൻ പാടില്ല മോനെ എന്തൊക്കെയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പോലീസെല്ലാം പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ് പിള്ളേരെ കിടക്ക ഉണ്ടാവൂലേ. ഞാൻ മാത്രം പെട്ടുപോകുമോ? ഈ ഗവൺമെൻറ്റിനെ കയറുന്ന ഞാൻ ഇപ്പോൾ ഉച്ചിച്ച് തന്നെ 3-ാമത്തെ 2-ാമത്തെ വീഡിയോ ഒക്കെയാണ്. എനിക്ക് ഏത് ഗവൺമെൻറ് ആയാലും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ പുതിയ തലമുറേനെ നമ്മൾ വാർത്തെടുത്ത് വരുമ്പോൾ അവർ കണ്ടുപിടിക്കേണ്ട കുറേ ശീലങ്ങളുണ്ട്. ഇവിടെ നിന്ന് നിങ്ങളൊരു ലോങ് വ്യൂ നോക്കിയേ. ഇവിടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫോറിനേഴ്സ് വരുന്ന ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ നമ്മൾ ഇതുണ്ടാകും
ഇത്ര ഫോർക്ക് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളത് ശുദ്ധീകരിച്ച് കൊണ്ടു നടക്കാന്നുള്ള കോർപ്പറേഷൻകാരുടെയും അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ഓരോ ആൾക്കാരുടെയും പ്രത്യേകിച്ച് ഗവൺമെൻറ് അധികാരികളുടെ അവർക്ക് വേണം മുൻഗണന. അത് കഴിഞ്ഞിട്ടാണ് ഈ താഴെ കിടക്കുന്നവരൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ. ഇവിടെ ടോയ്ലറ്റ് ശൗചാലയം ഉണ്ട്, അതിൻ്റെ അവസ്ഥ എന്താണാവും. എനിവേസ് ഇനി ഇവിടെ നിന്ന് ഈ കർവ് ഇങ്ങനെ കഴിഞ്ഞ് തീരുമ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇതിൻ്റെ അമ്പലമൊന്നും എഴുതി വെച്ചിട്ടില്ല, ആരെയൊന്നും പ്രതിഷ്ഠയൊന്നും എഴുതി വെച്ചിട്ടില്ല. എൻ്റെ തൊണ്ടുണ്ട്. ഇത് ശ്രീശക്തി വിനായകറിൻ്റെ സെമ്പറാണ്. ഇതിൻ്റെ ഉള്ളിൽ ഭഗവതി ഇത് ഇരിക്കുന്നുണ്ട്. ശ്രീ വിനായകനായിരിക്കും ഇരിക്കുന്നത്. എനിവേസ് നമ്മൾ ദൈവങ്ങളൊന്നും പിടിക്കാറില്ല, ആരാളുടെ വിശ്വാസം ആരാള് തന്നെ വേറെ പറയല്ല. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഈ ഇവിടുത്തെ വ്യൂസ്. ഇവിടെ നിന്ന് പിന്നെ കംപ്ലീറ്റ് ഇപ്പോൾ കടകളൊന്നും തോന്നിട്ടില്ല. ഇപ്പോൾ ഒരു 9 o'clock ആയിരുന്നു. ഞങ്ങൾ ചായ കുടിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ റൂം എടുത്തിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ മാർക്കറ്റിലേക്ക് ഒരു 10 മണി കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങുന്നതാണ്. ഇപ്പോൾ എല്ലാ കടകളും തുറന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കടകളിലും കയറുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് വിഷ്വൽ നിങ്ങൾക്ക് വരുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ പർച്ചേസ് ചെയ്താലേ ലാഭമായിട്ട് കിട്ടും, എന്തൊക്കെയാണ് നമുക്കിതിൽ ഇതുള്ളത് എന്നൊക്കെ കിട്ടും. പിന്നെ ഇവിടെ റുമാനിയ റെസ്റ്റോറൻറ്റ് പറഞ്ഞ റെസ്റ്റോറൻറ്റൊക്കെ നല്ല ചായയും വടയും. ഇവിടുത്തെ ഞാൻ പ്രത്യേകത ഉണ്ടത്, ഇപ്പോൾ 2 കടയിൽ നിന്ന് ഞങ്ങൾ വടയും ചായയും കുടിച്ചു. ചായ സൂപ്പറാണ്. അത് ഇവിടുത്തെ തേയില നല്ല ഫ്രഷ് നമുക്ക് അവിടെ കിട്ടുമ്പോൾ പാക്ക് ചെയ്ത് കണ്ണന്തേവനൊക്കെ എന്തൊക്കെ കഥക്ക് നല്ല ഏരി ബ്രാൻഡ് അവന്മാർക്ക് സാധനങ്ങളൊക്കെ കിട്ടൊക്കെ. ഇതിന് ഇവിടെ ഒരു സ്റ്റാച്ചു ഇരിക്കുന്നുണ്ട്. ഗാന്ധിജിയിലും വെച്ചിട്ട് ഒരു കുടയും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുട കൊടുത്തിട്ടില്ല. ഒരു പള്ളിയുടെ ഒരു സംഭവമുണ്ട്, ഒരു പള്ളിയുണ്ട്, ബാറ്ററി. പിന്നെ ഈ ജംഗ്ഷനിൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ അപ്പുറത്ത് ഒരു പെട്രോൾ പമ്പുണ്ട്. 2 പെട്രോൾ പമ്പാണ് ഉള്ളത്. ആ വളവ് വരുമ്പോൾ ഒരു പെട്രോൾ പമ്പും ഈ പെട്രോൾ പമ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ കയറി കഴിഞ്ഞാൽ പമ്പില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ വെച്ചിട്ട് നിങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വേണം. ഈ മൂന്നാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടൗണിൽ നിന്നിട്ട് ഈ മരത്തിൻ്റെ ശിഖരം പോലെയാണ് ഇതിൻ്റെ കിടക്കുന്നത്. 4 സൈഡിലേക്ക് ഇങ്ങനെ പോയിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു 30-40 കിലോമീറ്റർ ഓടിയാലാണ് ഒരു സൈഡ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടൂർ വന്നാൽ ഈ 1 day 2 day വന്നു കഴിഞ്ഞാൽ മാക്സിമം 2 പ്ലേസൊക്കെയാണ് മൂന്നാർ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മിനിമം ഒരു 4 daysനെങ്കിലും നിന്നാലാണ് മൂന്നാറിലുള്ള ഒരു 4-5 ശിഖരമായിട്ട് പോകുന്ന സ്ഥലങ്ങൾ, അതായത് മാട്ടുപ്പെട്ടി, കാന്തല്ലൂർ അങ്ങനെയൊക്കെ കവർ ചെയ്യാൻ പറ്റും. എന്നാലാണ് അത് മൂന്നാർ ഫുള്ളാവുള്ളൂ. നമ്മളിന്ന് മൂന്നാർ ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളൊരു 1/2 പോർഷൻ 2 പോർഷൻ എടുത്ത് വെച്ചിട്ടാണെങ്കിലും നമ്മളൊരു വേറെ ഷൂട്ടിനും കൂടെ ഒരു ഫിലിം ഷൂട്ട് പോലെ നമ്മൾ ഷോർട്ട് ഫിലിം ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടും കൂടെ കൂടുതൽ ഉദ്ദേശിച്ചാണ് വന്നത്. അതിൻ്റെ പുറകെ വരുന്നുണ്ട്. പേരും കാര്യങ്ങളൊന്നും വ്യക്തമാകുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ കാഴ്ചകളും പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ചിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ. യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് കേന്ദ്രമാണ്. ബസ്സിന് വൃത്തിയും മനയില്ലെന്നുണ്ടെങ്കിൽ അവർ ആൾക്കാരെ കൊണ്ടുണ്ടാകും. പാവപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ളവർക്ക് വണ്ടിയിൽ വരാത്തവർ എക്സ്പെൻസ് ഉള്ളവർക്ക് ഇങ്ങനെ വരാനുണ്ടാവും. ഉല്ലാസയാത്ര അത് എല്ലാ സ്റ്റേറ്റിലും വരുന്നുണ്ടാവും. അത് ടൈം നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചാൽ കിട്ടും. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇതുണ്ട്, അത് കേക്കിൻ്റെ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റിൻ്റെ ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ പിള്ളേർക്ക് ഇത് കൊടുക്കാൻ വേണ്ടി മേടിച്ചാണ്. 130 രൂപയാണ് ഒരു ചെറിയ ബോക്സിൽ. ഒരു പൊട്ടിച്ച് ഞാൻ വേറെ കാണിച്ചു തരാം റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട്. ഞങ്ങളുടെ പിന്നെ ഇപ്പോൾ മേടിച്ചതാണ്. പോകാൻ നേരത്തെ അവർക്ക് സാമ്പിൾ മേടിച്ചുകൊണ്ട് പോകും. പക്ഷേ ഇത് ഇവിടെയാണ് 130 രൂപ. എനിക്കിത് ഉള്ളിൽ സാധനം പിന്നെ ഒരു ഫാക്ടറിക്ക് ഉണ്ട്. അവിടുത്തെ വില നമുക്ക് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് വരാൻ നേരത്തും അവിടുത്തെ വിലയാണ് ഇവിടുത്തെ വിലയാണെന്ന് നിങ്ങൾക്ക് വീഡിയോ ഉണ്ടായാലും മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കടകളൊക്കെ അടച്ചിട്ടൊക്കെയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ അവിടെ നിന്ന് കറങ്ങി വന്ന ഭാഗത്ത് തന്നെ തിരിച്ചു വരും. ഇവിടെ ഒരു പാലമുണ്ട്. ഇത് കിടന്ന് അപ്പുറം കിടന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു സർക്കിൾ കഴിഞ്ഞു. നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇതെല്ലാം തുറന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മൂന്നാർ മാർക്കറ്റിൽ തന്നെ നമുക്കൊരു 1 hour സ്പെൻഡ് ചെയ്യാനുള്ള ഓടിച്ച് കിടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആണെങ്കിൽ അതിനേക്കാളും കൂടുതൽ വേണ്ടി വരും. ഇതൊരു തൂക്കുപാലം പോലത്തെ ഒരു പാലമാണ്. പണ്ടത്തെ ചാമ്പാനാലത്തെ പാലമാണ്. ഉരുപടിച്ച് പെയിൻറ്റ് പോലും അടിച്ചിട്ടില്ലെങ്കിലും ഇവർക്ക് ഈ ടൂറിസം മേഖല ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ ക്ലീനൊക്കെ ആയിട്ട് സൂക്ഷിക്കാറുണ്ട്. എന്താ പാലത്തിൽ വഴിയോര കച്ചവടക്കാർ വിരോധിച്ചിരിക്കുന്നതുകൊണ്ട് പോലീസ് ബോർഡൊക്കെ തൂക്കിയിട്ടിട്ട് പോയിട്ട് വർഷങ്ങളായി നോക്കി പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. വളരെ മോശമാണ്. പിന്നെ ഇവിടെ ഉണ്ടാ ഇത് വെള്ളച്ചാലം ഇവിടുണ്ട്. ഇത് നല്ല ശുദ്ധിയായിട്ട് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇതൊരു സ്വിറ്റ്സർലൻഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല തെളിവെള്ളം പോലെ നല്ല മനോഹരമായിട്ടിരുന്നത്. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നൊന്നും എനിക്കറിയില്ല.
എന്തോരോ ടൂറിസ്റ്റ് ആൾക്കാരാണ്. നമ്മൾ നമ്മളവിടെ നിൽക്കാൻ നേരത്തേക്കും എല്ലാവരും വീട്ടിലിരിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാവരും നമ്മളാണ് വീട്ടിലിരിക്കുന്നത്. എല്ലാവരും എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളാണ് ഇതൊന്നും അറിയാത്തത്. എന്താ ഫ്രഷ് പച്ചക്കറികൾ, നമ്മളവിടെ കിട്ടാത്ത വിശ്വസിക്കാത്ത പച്ചക്കറികൾ എന്താ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് അവിടെ ഞാൻ മൂന്നാർ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് നിങ്ങൾ ആ ജംഗ്ഷൻ കാരണം അവിടെ കൂടെ നടന്നാൽ ഇവിടെ വേഗം എത്തും. നമ്മൾ അതേ കൂടെ ഒരു സർക്കിൾ വന്ന് ഇവിടെ ഇപ്പുറത്തൊന്ന് കയറി ഇതിന് ഞങ്ങൾ ചായ കൊടുത്തു. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത് ടാറ്റാ. പിന്നെ ഇതാണ് നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് കറങ്ങി ഇങ്ങനെ താഴായിട്ടൊരു എൽബോ പോലത്തെ റോഡുണ്ട്. അവിടുത്തെ വ്യൂ ആണത്. ഇവിടെയാണ് നമ്മുടെ വണ്ടി നമ്മോട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ എനിക്കൊരു ടിപ്പാണ്, അത് എല്ലാവർക്കും തയ്ക്കണമെന്നില്ല. അമ്പാനിയുടെ മക്കൾക്കൊന്നും തയ്ക്കൂല. ഇല്ലാത്ത ഞാൻ പറയാം, ഞങ്ങൾ എടുത്തേക്കണ വലിയത് ഇതാണ് ഇവിടുത്തെ വില്ല. അതല്ല ഞങ്ങളിപ്പോൾ അവിടെ സ്റ്റാഫും എൻ്റെ പിള്ളേരും ഉണ്ട്. അത് വെക്കേഷൻ കാരണം ഞാൻ എന്തായാലും മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവർ എന്തായാലും എൻ്റെ വണ്ടി കയറിയിട്ടെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ആ കയറിക്കോ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് കയറ്റി തന്നെ. അപ്പോൾ അവരുണ്ട്, അവരെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇതാണ് പ്ലേസ്. അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വന്നിട്ട് 7,000 15,000 കൊടുത്തിട്ട് റിസോർട്ടൊക്കെ എടുക്കും. അവിടെ കുറേ സ്വിമ്മിംഗ് പൂൾ എല്ലാ സാധനമൊക്കെ ഉണ്ടായിരിക്കും. ചക്ക ഉണ്ടാകും, തേങ്ങ ഉണ്ടാകും, പിന്നെ അത് കുറേ ആഡ് ചെയ്യാൻ കുറേ ആൾക്കാരും ഉണ്ടാകും. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഞാൻ മൂന്നാറിന് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബാത്റൂമിനും ലേഡീസിനൊക്കെ പോവുക, പിന്നെ ഫ്രഷ് ആകുക. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങാൻ വന്നതല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങും. ഇറങ്ങാനത്ത് എന്താ ചെയ്യുക? അപ്പോൾ ആ നമ്മൾ ഈ എടുത്തേക്കുന്ന ഇതുപോലത്തെ വലിയ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലാഭം, നമുക്ക് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പൈസ കുറച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ ബ്ലാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വേസ്റ്റ് ഓഫ് മണി ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഈ തണുപ്പുള്ള കാരണം AC റൂമൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ റൂമെടുത്ത് കഴിഞ്ഞാൽ പൈസ വെച്ചോണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് അടുത്ത് ഈ മാർക്കറ്റൊക്കെ തുറന്നു കഴിയുമ്പോൾ 10 മണി കഴിയുമ്പോൾ മൊബൈലൊക്കെ ചാർജ് സെറ്റായി ക്യാമറയൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ ആ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വരുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയമാകും. അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യും. ഓക്കെ, ബൈ.